അസ്സലാമു അലൈക്കും. സമാധാനത്തിന്റെ പ്രഭയിൽ ശബ്ദമുയർത്തുന്നത് ഇത് നൈൽ ന്യൂസ്. വിശുദ്ധ പ്രവാചക നന്മ ദീനിന്റെ ആശയമായും ഇസ്ലാമിക സമൂഹത്തിന്റെ നവോത്ഥാന സന്ദേശമായും നമുക്ക് ഇന്ന് വാർത്തകൾ വായിക്കാം. ആദ്യമായി നൂറുൽ ഹുദ മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൗഢമായ റഹ്മത്തെ ആലം ഫെസ്റ്റിലേക്ക് കടക്കാം. റഹ്മത്തെ ആലം ഫെസ്റ്റിന്റെ വിശേഷങ്ങളുമായി റിപ്പോർട്ടർ നജാദ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ നജാദ്. ഓക്കെ റാസി. 2025 സെപ്റ്റംബർ 6 കൂടിയാണ് NHM മദ്രസയിലെ പരിപാടികൾ തുടങ്ങിയത്. രാവിലെ 7 മണിയോടുകൂടെ പതാക ഉയർത്തുകയും തുടർന്ന് സദർ ഉസ്താദിൻ്റെ ദുആ പ്രഭാഷണത്തിന് ശേഷം കുരുന്നുകളുടെ അതിമനോഹരമായ ദഫ്, ഫ്ലവർ ഷോ, സ്കൗട്ട് എന്നിവ തുടങ്ങുകയും ശേഷം പ്രൗഢോജകരമായ ഘോഷയാത്ര ആരംഭിച്ചു. വളരെ ഗംഭീരമായ ഘോഷയാത്രയ്ക്ക് ശേഷം മൗലിദ് പാരായണവും അന്നദാന ചടങ്ങും നടന്നു. ശേഷം വൈകിട്ട് 7 മണിയോടുകൂടി കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു. താങ്ക് യു നജാദ്. നൂറുൽ ഹുദ മദ്രസയിൽ നടന്ന പരിപാടിയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി മറ്റു വാർത്തയിലേക്ക്. ഗസയിലെ മരുന്ന് നിരക്ക് കൂടുന്നു. ഗസയിലെ വാർത്തകളുമായി മുഫീസ് നമ്മോടൊപ്പം ചേരുന്നു. മുഫീസ്. ആക്രമണങ്ങളിൽ നിരവധികളായ പൗരന്മാർ നിരന്തരം കൊല്ലപ്പെടുന്നു. 18 പേർ ഭക്ഷ്യസഹായം തേടുന്നതിന് പിന്നിൽ ആക്രമണത്തിൽ മരിച്ചു. ഗസയിലെ ആശുപത്രികൾക്ക് പരിക്കേറ്റവരെ ചികിത്സിക്കാൻ കഴിയാതെ വരുന്നു. അതേസമയം പട്ടിണികളും പോഷകാഹാരക്കുറവും മരണങ്ങളും വർദ്ധിപ്പിക്കുന്നു. ഗസയിലെ ഈ അവസ്ഥയെക്കുറിച്ച് NHMലെ അധ്യാപകനായ മിൻഹാജ് ഉസ്താദിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വളരെ മോശപ്പെട്ട രൂപത്തിലാണ് നമ്മുടെ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് മധ്യസ്ഥത ഗസയെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഇന്നലെ വായിച്ചൊരു വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ട്രംപും ഹമാസുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ട്രംപിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഗസയെ ആകെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു റിസോർട്ട് രൂപേണ ആക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ട്രംപിൻ്റെ ഒരു ലക്ഷ്യമുള്ളത്. ഇതിനൊക്കെ ലക്ഷ്യം ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ദിവസം എത്തുമ്പോൾ ഇതിനൊക്കെ ഒരു അറിവുണ്ടാവും. ഇത് ലോകരാജ്യങ്ങളുടെ മൗനമാണ് ഇതിന് ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ളത്. എല്ലാ ലോകരാജ്യങ്ങളും ഒത്തൊരുമയോടുകൂടി ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് മിൻഹാജ് ഉസ്താദിന് പറയാനുള്ളത്. ഇതോടുകൂടി ഗസയിലെ വാർത്തകൾ അവസാനിച്ചു. ഓക്കെ മുഫീസ്. ഇനി അടുത്ത വാർത്തയിൽ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികം സംസ്ഥാനത്തുടനീളം ആഘോഷിക്കാൻ പോകുന്നു. സമസ്തയുടെ വിശേഷങ്ങളുമായി സാദിൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ റാസിൻ. 2026 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷങ്ങൾ അതിജീവനത്തിൻ്റെ, ആത്മീയതയുടെ, വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹിക പ്രതിസന്ധിയിലൂടെ ശതകോടി ഓർമ്മകളായി കേരളം മുഴുവൻ ആഘോഷിക്കുന്നു. സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം വിവിധ ജില്ലകളിൽ ശതാബ്ദി സമ്മേളനങ്ങൾ, വിദ്യാർത്ഥി സംഘങ്ങൾ, പണ്ഡിത ശതാബ്ദിയുടെ ദൈർഘ്യമുള്ള സേനത്തെ ആദരിക്കുന്നു. മതപരമായ ഏകതയും സമുദായത്തിൻ്റെ പുരോഗതിയും സമസ്ത നൽകിയാണ് ഭാവനകൾ ഇത് ആഘോഷങ്ങൾക്കു മുഖയാകുന്നു. കാസർഗോഡ് വെച്ച് നടക്കുന്ന സമ്മേളനത്തിൻ്റെ വിശേഷങ്ങൾ നൂറുൽ ഹുദ മദ്രസയിലെ സദർ ഉസ്താദ് മുഹമ്മദ് അലി ദാരിമി നമ്മളോട് പങ്കുവയ്ക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വളരെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും 926 കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം കൊണ്ടത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളുടെ വളരെയധികമുള്ള ചിന്ത
താല്പര്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവരുമായി ഇണചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് സാത്വികരായ സൂഫികളായിരുന്ന ആലിമ്യങ്ങളും ഔലിയാക്കളും ചേർന്നുകൊണ്ട് രൂപീകരണം നൽകപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നയങ്ങളും ആദർശങ്ങളും സ്വഹാബത്ത് തങ്ങൾ നമ്മെ പഠിപ്പിച്ച അതേ രൂപത്തിൽ നിലനിന്നു കൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ചില ആളുകൾ ചില പ്രത്യേകതകളും അതുപോലെ തന്നെ പല നിലക്കുള്ളതായ കാര്യങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അനാചാരങ്ങളും അതുപോലെ അവിശ്വാസങ്ങളുമാക്കി ദുരാരോപണം നടത്തിക്കൊണ്ടുള്ളതായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മാറ്റാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്തിൽ ഇതിന് ഉദ്ദേശത്തിൽ അത് രൂപീകരിക്കപ്പെട്ടുവോ ആ നിലക്ക് ഇന്നും ഇത് നിലകൊള്ളുന്നു എന്നതാണ് സമസ്തയുടെ പ്രത്യേകത. അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തും ആണുള്ള വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ ഈമാനികമായിരിക്കുന്ന അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ രൂപത്തിൽ നിലകൊള്ളുന്നതായ ആ രൂപത്തിന് വേണ്ടി സമസ്ത ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വരക്കൽ ബാലബി മുല്ലപ്പോയ തങ്ങൾ മുതൽ ഇങ്ങോട്ട് എന്ന് മഹാനായ സയ്യിദുൽ ഉലമ മുഹമ്മദ് ജഫരി മുത്തപ്പോയ തങ്ങൾ വരെയുള്ളതായ ആളുകളൊക്കെ അതിൽ വളരെയധികം കൃതജ്ഞതയോടുകൂടി തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് കേരളീയ മുസ്ലിം എന്ന അഭിമാനത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നിലകൊള്ളുന്ന ഈ മദ്രസ പോലുള്ള ദീനി സ്ഥാപനങ്ങളൊന്നും ഉണ്ടായത്. അതിൻ്റെ സമ്മേളനത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പ്രചരണം എന്ന നിലക്ക് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ളത് ജാഥ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ദ്രുതഗതിയിൽ റേഞ്ചിന്റെ കീഴിലും അതുപോലെ ജില്ലാ തലങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മദ്രസരങ്ങൾക്ക് നടക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു വമ്പിച്ച വിജയമാക്കി ഒരു ലോകാടിസ്ഥാനത്തിൽ എന്താണ് സമ്മേളനമായി കൊണ്ട് നടത്തുമെന്ന അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും വിവരണങ്ങളാണ് സദറുസ്താദിന്റെ അടുക്കൽ നിന്ന് ലഭിച്ചത്. താങ്ക് യു സാദിൻ. ഇനി മറ്റു വാർത്തയിലേക്ക് കടക്കാം. സെപ്റ്റംബർ 5 പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500 ഇസ്ലാമിക ചരിത്രത്തിന് അതുല്യമായ ഒരു നിമിഷമായി ഈ ദിനം മാറുന്നു. സമാധാനവും കാരുണ്യവും പ്രചരിപ്പിച്ച് പ്രവാചകന്റെ ജീവിതം അനുഗമിച്ച് വിവിധ രാജ്യങ്ങളിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കയറിയിരുന്നു. ലോക ഫുട്ബോളിന്റെ ഇതിഹാസവും അർജന്റീനയുടെ നായകനുമായ ലയണൽ മെസ്സി ഉടൻ കേരളത്തിലെത്തും എന്ന വാർത്തയാണ് ആരാധകർ ആവേശത്തോടെ കേട്ടിരിക്കുന്നത്. മെസ്സിയുടെ വരവിനെ വരവേൽക്കാൻ സംസ്ഥാനം ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ആയിരക്കണക്കിന് ആരാധകർ അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള സ്വപ്നവുമായി കാത്തിരിക്കുന്നു. ഇത്രയും വിവരങ്ങളാണ് ലഭിച്ചത്. താങ്ക് യു ആഷിം. ഇതോടെ നീതിയുടെയും ഈമാനിന്റെയും ലഹരിയായ നൈൻ ന്യൂസ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.